ക്രിക്കറ്റർ ഷോയബ് അക്തറിന്റെ ലഷ്കർ ഇ തൈബ ബന്ധം പുറത്ത്. ഷോയബിന്റെ സഹോദരൻ ഷഹീദ് അക്തറിന്റെ മരണാനന്തര ചടങ്ങിൽ ലഷ്കർ ഭീകരർ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തുവന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായി ഇനാമുർ റഹ്മാൻ കംബോഹ് ഉൾപ്പെടെയുള്ളവരാണ് ചടങ്ങിലെത്തിയത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ചേരുകയാണ്. ഐസൻ, ഈ പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് ഈ ലഷ്കർ എ തൈബയുമായും ISIയുമായുള്ള ബന്ധമൊക്കെ ഇങ്ങനെ രഹസ്യമായി പറഞ്ഞു കേൾക്കുന്ന ഒന്നാണ്. പക്ഷേ ഇന്ന് തെളിവ് സഹിതം പാക് ക്രിക്കറ്റർ ഷോയബ് അക്തറിന്റെ ലഷ്കർ ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നീലിമ, തീർച്ചയായും ഈ ഷോയബ് അക്തറിൻ്റെ സഹോദരൻ്റെ മരണാനന്തര ചടങ്ങുകളിലാണ്, ഷഹീദ് അക്തറിൻ്റെ മരണാനന്തര ചടങ്ങുകളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഹാഫിസ് സയ്യിദ് നേതൃത്വം നൽകുന്ന ജമാഅത്ത് ഉദ് ധവ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്, ഒരു ഭീകര സ്വഭാവമുള്ള ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗ്. പാകിസ്ഥാൻ മർക്കസി മുസ്ലിം ലീഗിൻ്റെ ഇസ്ലാമാബാദ് പ്രസിഡന്റ് ഇനാമുർ റഹ്മാൻ കംബോഹാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുത്തത്, അല്ലെങ്കിൽ ഈ ഫ്യൂണറൽ ചടങ്ങിൽ പങ്കെടുത്തത്. മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം 3-4 പേര് മറ്റ് ആ പാർട്ടിയുടെ തന്നെ പ്രാദേശിക ഭാരവാഹികളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമാഅത്ത് ദുവ സംഘടന, ഭീകര സ്വഭാവമുള്ള സംഘടനയുടെ ഭാഗമായവരാണ് എല്ലാവരും. ഈ രാഷ്ട്രീയ മുഖമായി ഇത് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ കൂടി ഇത്തരത്തിലുള്ളൊരു ജമാഅത്ത് ഉദ് ദവയുടെ ആ ഒരു ഭീകര സ്വഭാവമുള്ള സംഘടനയുടെ ഭാഗമായുള്ളവരെല്ലാം തന്നെ ഇതിൽ എത്തിയിരിക്കുന്നു എന്നത് ഗൗരവമർഹിക്കുന്ന ഒരു സാഹചര്യമാണ് നിരീക്ഷിക്കപ്പെടുന്നത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഷോയബ് അക്തറിൻ്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ചില ഇടങ്ങളിലെല്ലാം തന്നെ ലഷ്കർ ഇ തൈബ ബന്ധങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലും പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അതീവ ഗൗരവമുള്ളൊരു വീഡിയോ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്നിരിക്കുന്നത് കെട്ടിച്ചമച്ചതാണ് എന്ന് പറയാൻ ഒരിക്കലും സാധിക്കാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അതായത് PMML തന്നെ നേരിട്ട് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ്. അത് അവരുടെ തന്നെ വീഡിയോ ദൃശ്യങ്ങളായി അവർ വെബ്സൈറ്റുകളിലെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ചൊരു വീഡിയോ ദൃശ്യങ്ങളിലാണ് കൃത്യമായും ഈ ഇസ്ലാമാബാദ് പ്രസിഡന്റ് ഇനാമുർ റഹ്മാൻ കംബോഹിൻ്റെ ആ ചിത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു നേതാക്കളുടെയും ചിത്രങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഷോയബ് അക്തറിൻ്റെ ഇടപെടൽ, ലഷ്കർ ഇ തോയ്ബയുമായുള്ള ഇടപെടൽ കൃത്യമായി പുറത്തു വരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഗൗരവമേറിയ ഒരു വസ്തുത എന്ന് പറയുന്നത് മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ സൂത്രധാരനായ ഹാഫിസ് സയ്യിദിൻ്റെ കൂട്ടാളികളാണ് ഇവരെല്ലാം എന്നതാണ് അതീവ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമായി മാറുന്നത്. ഈ ക്രിക്കറ്റ് ലോകത്ത് എല്ലാം തന്നെ ഇത്തരത്തിൽ പിടിമുറുക്കുന്ന ഒരു നീക്കങ്ങൾ, അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ മുൻ ക്രിക്കറ്റർമാരാണെങ്കിലും ക്രിക്കറ്റിൻ്റെ തീരുമാനങ്ങളിൽ കാര്യമായി ഇടപെടുന്നവരാണ് ഇവരൊക്കെ. അവരൊക്കെ ആ കാര്യത്തിൽ പോലും ഇടപെടുന്ന ഒരു നീക്കത്തിലേക്ക് ഈ ലഷ്കറിൻ്റെ സ്വാധീനം അത്തരം മേഖലകളിലേക്ക് കൂടി കടന്നെത്തുന്നു എന്ന അതീവ ഗുരുതരമായൊരു വിഷയവും ഇതിന് പിന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നീലിമ, പാക് ക്രിക്കറ്റർ ഷോയബ് അക്തറിന്റെ ലഷ്കർ ഇ തൈബ ബന്ധം പുറത്തായിരിക്കുകയാണ്. ഷോയബിന്റെ സഹോദരൻ ഷഹീദ് അക്തറിന്റെ മരണാനന്തര ചടങ്ങിൽ ലഷ്കർ ഭീകരർ പങ്കെടുത്ത ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഐസൻ ജോസാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.